ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി കുമ്പളങ്ങിയിൽ ബെസ ബ്രദേഴ്സ് ആൻഡ് റിയൽ എഫ്സിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഒരു തലമുറയുടെ സ്വപ്നങ്ങളെയും ജീവിതങ്ങളെയും വിശദമായി കാർന്നു നിന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ ചുവടുകൾ ഒരുമിച്ചപ്പോൾ കുമ്പളങ്ങിയിൽ മുഴങ്ങിയത് ഒരു പ്രതിജ്ഞയുടെ ശബ്ദമായിരുന്നു. ലഹരി നാടിന്റെ ആപത്ത്, കാൽപന്തുകളി തങ്ങളുടെ ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ബസാർ ബ്രദേഴ്സ് ആൻഡ് റിയൽ എഫ്സിയുടെ ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ വാക്കത്തോൺ സമൂഹത്തിന് മുന്നിൽ ശക്തമായ മാതൃകയായി മാറി. കുമ്പളങ്ങി പോലീസ് ഔട്ട് പോസ്റ്റിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ എക്സൈസ് ഇൻസ്പെക്ടർ ബിജു ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരിക്കെതിരായ പോരാട്ടം നിയമപാലകരുടെ മാത്രം ഉത്തരവാദിത്തമില്ലെന്നും ഓരോ പൗരന്റെയും കടമയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുവജനങ്ങൾ കായികവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളിലൂടെ നന്മയുടെ വഴിയിലേക്ക് മുന്നേറേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കീഴിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ് വകുപ്പ്, ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഇവയുടെ എല്ലാം സംയുക്തമായിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പ്രവർത്തനം ആരംഭിച്ച് ഏതാണ്ട് 2 മാസം ആകുന്നതിനിടയിൽ ആയിരക്കണക്കിന് കേസുകൾ, ആയിരക്കണക്കിനായിട്ടുള്ള ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് എക്സൈസും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയേറെ സന്തോഷം തോന്നിയാണ് ഞങ്ങളുടെ ഈ കുമ്പളങ്ങി ഔട്ട് പോസ്റ്റിൽ ഇത്ര ആൾക്കാർ നമ്മുടെ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ ലഹരിക്കെതിരെ നിങ്ങളെല്ലാവരും, ഏതായാലും പോലീസിനെ കൊണ്ട് മാത്രമേ നിർത്താൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങൾ ഇത്രയും പേരുടെ എല്ലാവരുടെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നുണ്ട്. കാര്യം ഈ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയതിന് ശേഷം ഒത്തിരി കുമ്പളങ്ങിക്കാർക്കെതിരെ ഞാൻ കേസെടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളെ ആരെയും അതിൽ കാണില്ല എന്നോർത്ത് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് നമുക്ക് ഈ ലഹരിക്കെതിരെ പോരാടാം. അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ കുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ ഈ ഞായറാഴ്ച ശനിയാഴ്ച വൈകുന്നേരമായി കഴിഞ്ഞ് ഞങ്ങൾ തുടർന്ന് നടന്ന സമാപന സമ്മേളനം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ ലഹരി പിടിച്ചെടുത്ത സ്ഥലം പെരുമ്പാവൂരാണ്. അന്യസംസ്ഥാന തൊഴിലാളികളടക്കം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് വിൽപ്പന നടത്തുന്ന കരിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന വളരെയധികം ആൾക്കാരുണ്ട്. അവരെ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതികളും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം നമുക്ക് എല്ലായിടത്തും വേണം. പ്രത്യേകിച്ചും കുമ്പളങ്ങിയിലടക്കം എല്ലാ സ്ഥലങ്ങളിലും ചെറുപ്പക്കാരെ ഇതിലേക്ക് വശീകരിച്ചു കൊണ്ടൊരു കൂട്ടമായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇതിന് ശേഷമുള്ള വീടുകളിൽ കലാപങ്ങളും പ്രശ്നങ്ങളും അക്രമങ്ങളൊക്കെ വ്യാപിച്ചു വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെതിരായിട്ടുള്ള ഡീഅഡിക്ഷൻ സെന്ററിൽ കേസുകൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ചു നിന്ന് മുന്നേറാം. പ്രത്യേകിച്ചും ബസാർ പ്രദേശ് റിയൽ എഫ്സിയുടെ സഹപ്രവർത്തകരെ സംബന്ധിച്ച് നമുക്കറിയാം, പുതുമയാർന്ന പദ്ധതികളാണ് അവർ ആവിഷ്കരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബ്ലഡ് ഡൊണേഷൻ പദ്ധതിയുമായിട്ട് അവർ വന്നിരുന്നു. ഫുട്ബോളുമാണ് അവരുടെ ലഹരി. അത് ചെറുപ്പക്കാരിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ചും കുമ്പളങ്ങിയിൽ സ്പോർട്സ് രംഗത്ത് ഫുട്ബോളിൻ്റെ തരംഗമായി മാറാൻ ബസാർ പ്രദേശ് റിയൽ എഫ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ റിയൽ എഫ്സിയുടെ സഹപ്രവർത്തകരെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുന്നു. ഇതുപോലെ പുതുമയാർന്ന, പ്രത്യേകിച്ചും നാടിന് വിപത്തായി വരുന്ന ഈ ലഹരിക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഓപ്പറേഷൻ തുഫാന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നടത്തിയ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നതിനായി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ശ്രീ നിയാസ് അവരെ സാദരം ക്ഷണിക്കും. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഒന്നാം വാർഡ് കെ.വി. സാബു അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ ലഹരി എന്ന ഇരുട്ടിനെതിരെ വെളിച്ചമായി മാറേണ്ടത് സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കെ.വി. സാബു പറഞ്ഞു. കായികത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു കൂട്ടം യുവാക്കൾ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു, ലഹരിയല്ല കായികമാണ് തങ്ങളുടെ ലഹരി. ഫുട്ബോളിനോടുള്ള ആവേശം പ്രതിബദ്ധതയായി മാറ്റിമറിച്ച ലഹരി വിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുക എന്നത് ഒരു ദിവസത്തെ ആഹ്വാനമല്ല, മറിച്ച് ഓരോ ദിവസവും സമൂഹത്തോട് ചേർന്നുള്ള ഒരു ഉത്തരവാദിത്തമാണെന്ന് ബസാർ ബ്രദേഴ്സ് ആൻഡ് റിയൽ എഫ്സി സെക്രട്ടറി അനിൽകുമാർ പറഞ്ഞു. പരിപാടിയുടെ വിജയത്തിനായി ബസാർ ബ്രദേഴ്സ് ആൻഡ് റിയൽ എഫ്സിയുടെ പ്രവർത്തകരായ അനൂപ് ആനന്ദ്, രാകേഷ്, ബിനീഷ്, അരുൺ, രാഹുൽ എന്നിവർ നേതൃത്വം നൽകി. ജി ഷാജി നന്ദി രേഖപ്പെടുത്തി. അധ്യക്ഷൻ ഒന്നാം വാർഡ് മെമ്പറും ബസാർ റിയൽ എഫ്സിയുടെ രക്ഷാധികാരിയുമായിട്ടുള്ള കെ.വി. സാബു, അവിടെ ഈ ലഹരിക്കെതിരായിട്ടുള്ള വാക്കത്തോണിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഉള്ള ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി, പ്രിയപ്പെട്ട എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ബൈജു സാർ, നിയാസ് സാർ,
കൂടെ വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട ബസാർ ELFCയുടെ പ്രവർത്തകരെ, നാട്ടുകാർ, എന്നും ബസാർ ELFCയുടെ പ്രവർത്തനം വേറിട്ട പ്രവർത്തനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമുക്ക് കുമ്പളങ്ങിക്ക് ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാതിരുന്നിട്ടും നമ്മുടെ ഈ പ്രദേശത്തുള്ള പല സ്ഥല ഉടമകളെയും സന്ദർശിച്ച് അവരുടെ എല്ലാ അനുവാദത്തോടുകൂടി ഈ പ്രദേശത്തെ ഫുട്ബോൾ പ്രേമികളെ അവർക്ക് കളിക്കുവാനുള്ള അവസരമുണ്ടാക്കി ആ കളിയിലൂടെ കായിക താരങ്ങളെ സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് ഇന്ന് ബിപിൻ ബോബനെ പോലെയുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള താരങ്ങളെ വളർത്തിയെടുക്കുവാനും അതോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന ബസാർ ELFCയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ആവശ്യം. ഞാൻ എൻ്റെ വാക്കുകൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. മുമ്പത്തെ കാലഘട്ടത്തിലെ അമ്മമാര് മക്കളോട് പുറത്തേക്ക് പോകുമ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ചോറെടുത്തിട്ടുണ്ടോ, ഉച്ചയ്ക്ക് കഴിക്കാൻ ഊണെടുത്തോ എന്ന് ചോദിക്കുന്ന അവസ്ഥ മാറി. ഇപ്പോൾ ചോദിക്കുന്നത് മൊബൈലിൽ ചാർജ് ഉണ്ടോ എന്ന് നോക്കാൻ പറയുന്ന ഒരവസ്ഥയാണ്. നാളത്തെ കാലഘട്ടത്തില് അത് ലഹരി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ ഒരമ്മക്കും വരുത്താതിരിക്കട്ടെ എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ യുവാക്കളെല്ലാവരും കലാപരമായും കായികപരമായും ഒരുപാട് പേരെ ഹീറോയായിട്ട് അനുകരിക്കുന്നുണ്ട്. നമ്മളെ സിനിമയിലെയോ ഫുട്ബോളിലെയോ നമ്മൾ ആരാധിക്കുന്ന ആളുകളെയല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ഹീറോയായിട്ട് അനുകരിക്കേണ്ടത്. മയക്കുമരുന്ന്, മദ്യം, ഇതുപോലുള്ള വിപത്തുകൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ വേണ്ട, അതിന് ശക്തമായി നോ എന്ന് പറയുന്ന, അതിന് തയ്യാറാകുന്ന ആളുകളെ നിങ്ങൾ ഹീറോയായിട്ട് കരുതണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. എൻ്റെ സുഹൃത്തുക്കളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കും. നല്ല ഒരു ലഹരി വിമുക്ത കേരളം പടുത്തുയർത്താൻ ഞാൻ എന്നാൽ കഴിയുന്നത് ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിങ്ങൾ ELFCയുടെ ഓരോ പ്രവർത്തകർക്കും സമൂഹത്തിലിറങ്ങി നന്മയുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി. ഡെയിലി ലൈഫിലെ സ്ട്രെസ്സും ബോഡി പെയിനും കാരണം മടുത്തോ? ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ. വെൽക്കം ടു വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്. ആയുർവേദത്തിന്റെ തനിമയും അഡ്വാൻസ്ഡ് കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങളുടെ കഴുത്തുവേദന, വിട്ടുമാറാത്ത നടുവേദന, സയാറ്റിക്ക, സ്ലിപ്പ് ഡിസ്ക്, ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ പോസ്ചർ ഇഷ്യൂസ് സ്മാർട്ടായി മാറ്റാം. ഡോക്ടർ സുസ്മിത സജീവിന്റെ മേൽനോട്ടത്തിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. ഇനി നോ പെയിൻ, ഓൺലി ഗെയിൻ. ശരീരവും മനസ്സും ഒന്ന് കൂളാക്കാൻ ഞങ്ങളുടെ സിഗ്നേച്ചർ പഞ്ചകർമ്മ തെറാപ്പികളും കൂടാതെ ന്യൂ മമ്മിമാർക്കായി പോസ്റ്റ് നേറ്റൽ കെയർ, വിവാഹത്തിനൊരുങ്ങുന്നവർക്കായി ബ്രൈഡൽ വെൽനസ് പാക്കേജുകളും റെഡിയാണ്. PCOS, വണ്ണ നിയന്ത്രണം, സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്നിവയ്ക്ക് കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ യാത്ര വൈഗയോടൊപ്പം ഇന്ന് തന്നെ ആരംഭിക്കൂ. ബുക്ക് യുവർ സ്ലോട്ട് നൗ. വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്, പ്യാരി ജംഗ്ഷൻ, തോപ്പുംപടി, കൊച്ചി.